നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവറിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടെന്ന UDF തീരുമാനം. UDFുമായി സഹകരിക്കുന്നതിൽ PV അൻവറിന് തീരുമാനമെടുക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സഹകരിച്ചാൽ ഒരുമിച്ച് മുന്നോട്ട് പോകാം. UDF നേതൃയോഗത്തിന് ശേഷം VD സതീശൻ കൃത്യമായി പറഞ്ഞ കാര്യം ഇതാണ്. അല്ലാതെ അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം എന്ത് നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കണം എന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അല്ലല്ല, അത് അദ്ദേഹം തീരുമാനിക്കട്ടെ. അത് അദ്ദേഹമാണ് ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞത്. അപ്പോൾ തെരഞ്ഞെടുപ്പുമായി സഹകരിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് അദ്ദേഹമാണ്. തെരഞ്ഞെടുപ്പുമായും സ്ഥാനാർത്ഥിയുടെ പ്രചരണവുമായും അദ്ദേഹം സഹകരിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുമിച്ച് പോകും. പ്രതിപക്ഷ നേതാവ് UDF തീരുമാനം പ്രഖ്യാപിച്ചതിന് ശേഷവും ആര്യാടൻ ഷൗക്കത്തിനെതിരായ വിമർശനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് താനെന്ന് PV അൻവർ വാർത്താലേഖകരോട് പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസ് നേതാവ് എന്ന നിലയിലാണ് താൻ അഭിപ്രായം പറഞ്ഞത്. തൃണമൂൽ നിലവിൽ UDFിന്റെ ഭാഗമല്ലെന്നും ഭാഗമാകുമ്പോൾ മുന്നണിയുടെ അഭിപ്രായത്തിനൊപ്പം നിൽക്കുമെന്നും PV അൻവർ പറഞ്ഞു. മിനിഞ്ഞാന്ന് വരെ ഈ നിമിഷം വരെ ഞാൻ UDFിന്റെ പാർട്ടായിട്ടില്ല. PV അൻവർ എന്ന തൃണമൂൽ കോൺഗ്രസിന്റെ കൺവീനറോട് നിങ്ങൾ ചോദിച്ച ചോദ്യമാണ്. നിലമ്പൂരിൽ UDF നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായവും പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായം ഞാൻ പറഞ്ഞു. അതിനെന്താ കുഴപ്പം? അല്ല, UDFിൻ്റെ ഭാഗമാകുമ്പോൾ UDFിൻ്റെ അഭിപ്രായം ആകണമല്ലോ. എനിക്കായിട്ടൊരു അഭിപ്രായം പറ്റില്ലല്ലോ. ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുള്ള എല്ലാ മീറ്റിങ്ങുകളും വളരെ ഫ്രൂട്ട്ഫുള്ളാണ്. ഇന്ന് വരെ അദ്ദേഹമായിട്ട് രാഷ്ട്രീയം ഡിസ്കസ് ചെയ്തിട്ട് ഒരു അൺഹാപ്പി ആവേണ്ട ഒരു കാര്യം ഉണ്ടായിട്ടില്ല. PV അൻവർ UDFിന് ഒപ്പം ഉണ്ടാകുമെന്നാണ് മുസ്ലിം ലീഗ് നേതാവ് PB അബ്ദുൽ ബഹാബിന്റെ പ്രതികരണം ഉണ്ടായത്. എന്തിനാ റോള്? അൻവർ ഇതിന്റെ ഇന്റഗ്രൽ പാർട്ടല്ലേ? ഉണ്ടാവും. PV അൻവറും മുസ്ലിം ലീഗും തമ്മിൽ നടത്തിയ രണ്ടാം ചർച്ചയിലും സമവായം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. വിപിൻ സി വിജയൻ നിലമ്പൂരിൽ നിന്ന് ചേരുന്നു. വിപിൻ, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. യഥാർത്ഥത്തിൽ ഇതുവരെ PV അൻവറിന്റെ പോസ്റ്റിൽ ഗോൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം തന്നെ സെൽഫ് ഗോൾ അടിക്കേണ്ട അവസ്ഥയായോ കാര്യങ്ങൾ? താങ്ക് യു SKN. ഇന്നിപ്പോൾ UDFിന്റെ നേതൃയോഗത്തിന് ശേഷവും അതൊരു പോസിറ്റീവിലേക്ക് അവസാനിച്ചിട്ടില്ല, ഒരു സമവായത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരമുള്ളത്. പ്രധാനമായും ഈ നേതൃയോഗത്തിന് ശേഷം PV അബ്ദുൽ വഹാബ് MP വീട്ടിൽ വെച്ച് മുസ്ലിം ലീഗ് PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ലീഗിന്റെ നേതാക്കളും PV അൻവറും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നു. ഇപ്പോൾ UDF PV അൻവറിന്റെ മുന്നിലേക്ക് വയ്ക്കുന്ന ഒരു ഫോർമുല എന്ന് പറയുന്നത് അസോസിയേറ്റ് ഘടകകക്ഷിയാക്കി ഈ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് പ്രഖ്യാപിക്കാം. അതിനുശേഷം തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മുന്നണിയുടെ ഭാഗമാക്കാം, ഈ മത്സരത്തിൽ നിന്ന് പിന്മാറണം, അങ്ങനെ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറണം എന്നുള്ളതാണ്. എന്നാൽ ഘടകകക്ഷിയാക്കാം എന്നുള്ള തീരുമാനം ഇതിനു മുൻപ് തന്നെ പറഞ്ഞതാണ്. പക്ഷേ അതിനുശേഷവും ഒരു തരത്തിലുള്ള തീരുമാനങ്ങളും ഉണ്ടായിട്ടില്ല. ഇനി ഈ മുന്നണിയുടെ ഭാഗമാക്കണം എന്നതിലേക്ക് മാത്രമാണ് അതാണ് ആവശ്യം എന്നുള്ളതാണ് PV അൻവർ അവരുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു മൂപ്പിളമ തർക്കം കൂടി ഇതിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ UDFിനെ സംബന്ധിച്ച് അവർ പ്രധാനമായും പറയുന്നത് ആദ്യം ഈ തൃണമൂൽ കോൺഗ്രസ് ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു, അതിന് തൊട്ടടുത്ത ദിവസം തന്നെ ഘടകകക്ഷിയാക്കി മാറ്റാം എന്നുള്ളതാണ്. പക്ഷേ ഇതൊന്നും തന്നെ ഒരു സമവായ ചർച്ചയിലേക്ക് എത്തിയിട്ടില്ല. എത്രയും വേഗം മുന്നണിയുടെ ഭാഗമാക്കണം, അല്ലെങ്കിൽ അതിലൊരു ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുള്ളതാണ് PV അൻവർ ആദ്യം മുതൽ തന്നെ എടുത്തിട്ടുള്ള ഒരു തീരുമാനം. ഈ 2 ദിവസത്തിനുള്ളിൽ UDF അതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തണമെന്നുള്ളതായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു, ഇനി ഒരു ദിവസം കൂടിയാണ് ബാക്കിയുള്ളത്. തുടർ ചർച്ചകൾ നടക്കും, അത് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലായിരിക്കും എന്നുള്ളത് ഇപ്പോൾ അബ്ദുൽ വഹാബ് MP തന്നെ വ്യക്തമാക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇനി എന്തായിരിക്കും ഭാവി എന്നതിനെ സംബന്ധിച്ചൊരു തർക്കമുണ്ടാവുന്നത്. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കാനൊക്കെയുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ പിണറായി സത്തെ തോൽപ്പിക്കും, അതിനുവേണ്ടി അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കുന്നു, അങ്ങനെ തിരഞ്ഞെടുപ്പിലേക്ക് ഈ കാര്യങ്ങൾ എത്തുന്നു. എന്നാൽ ഈ തിരഞ്ഞെടുപ്പിന്റെ സമയമാകുമ്പോൾ അപ്രതീക്ഷിതമായി UDF അതുവരെയും എല്ലാ പിന്തുണയൊക്കെ പ്രഖ്യാപിച്ച് അവസാന നിമിഷത്തിലേക്ക് എത്തിയപ്പോൾ UDF കണ്ടെത്തിയ ആര്യാടൻ ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥിക്ക് അവിടെ ഒരു വിജയസാധ്യത ഇല്ല എന്ന് പറയുകയും അത് വലിയൊരു ആശയക്കുഴപ്പമുണ്ടാക്കുകയും ഇപ്പോഴും അതിൻ്റെ പൊട്ടിത്തെറി UDFിൽ അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അത് അതുപോലെ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഘടകകക്ഷിയാക്കി നിർത്താം ഇപ്പോൾ എന്നുള്ളതിലേക്ക് PV അൻവർ അതിന് വഴങ്ങുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. 30-ാം തീയതി മഞ്ചേരിയിൽ വെച്ചാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃയോഗമുള്ളത്. ആ കൂടിയാലോചനയ്ക്ക് ശേഷം അറിയിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ തന്നെ ഈ മുസ്ലിം ലീഗ് ഒക്കെ ആയിട്ടുള്ള തുടർ ചർച്ചകൾ നടക്കുകയും ചെയ്യും. അതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ളതാണ് നിലവിൽ ഈ കേന്ദ്രങ്ങളൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ പക്ഷേ അത്തരത്തിലുള്ള ഒരു
പ്രശ്നങ്ങൾ ഒത്തുതീർപ്പായി എന്ന് പറയാവുന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല. ഇന്നലെ വൈകുന്നേരം മുതൽ മാരത്തോൺ ചർച്ചകൾ എന്ന് തന്നെ പറയാവുന്നു. UDFന്റെ പ്രതിനിധികളായി കോഴിക്കോട് DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഈ ഒതായിലെ വീട്ടിലെത്തുകയും PV അൻവറുമായി സംസാരിച്ചു. അവരൊക്കെ പറയുന്നത് ഈ അസോസിയേറ്റ് ഘടകകക്ഷി എന്നുള്ളതിലാണ്. അതിന് ഇവർ വഴങ്ങുന്നുമില്ല. ഇതാണ് നിലവിലെ സാഹചര്യം. SK. വിപിൻ സി വിജയനാണ് നിലമ്പൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.